വിശ്വാമിത്രനും ആനന്ദം പ്രാപിച്ച് അപ്പോൾ വിശ്വനായകൻ തന്നോട് ഈ വണ്ണം അരുൾ ചെയ്താൻ, ബാലകന്മാരെ പോക മിഥിലാപുരിക്കു നാം കാലവും വൃഥാ കളഞ്ഞിടുക അരുതല്ലോ. യാഗവും മഹാദേവ ചാപവും കണ്ടു പിന്നെ വേഗമോട് അയോധ്യ ബുക്ക് താതനെ കാണാം തരമരുൾ ചെയ്തു. ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പൊക്കു. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിതു എന്നതു കേട്ട നേരം മനസ്സി നിറഞ്ഞൊരു പരമാനന്ദത്തോട് ജനകീപതേ സംഭ്രമ സമന്വിതം പൂജാ സാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷി വാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ച് ആചാരം പൂണ്ട നിന്ന് രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും. ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വരൻ നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും. ഗന്ധർവൻ കണ്ടു വന്ദിച്ചിടിന ജഗദേക സുന്ദരന്മാരാം ഇവരാരെന്നു കേൾപ്പിക്കണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ട് കാണായതിപ്പോൾ. വിശ്വാമിത്രനും അത് കേട്ടരുൾ ചെയ്തിടിനാൻ, വിശ്വസിച്ചാലും മമവാക്യം നീ നരപതേ. വീരനാം ദശരഥൻ തന്നുട പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠൻ ഇവൻ ലക്ഷ്മണൻ മൂന്നാമവൻ. എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ടുപോന്നിടിനേൻ. ഇതുകാലം കാടകം ബുക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെ ഒരു ബാണം കൊണ്ട് ഇത് കൊന്നാൻ. പേടിയും തീർന്നു സിദ്ധാശ്രമം ബുക്കും യാഗം ആടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ. വഴി പോലെ ശ്രീപാദാംബുജരസ രജസ്പൃഷ്ടിയും കൊണ്ടകല്യത്തൻ പാവവും നശിപ്പിച്ചു പാവന ആക്കിയിടിനാൻ. പാരമീശ്വരമായ ചാപത്തെ കാണാനുള്ള പാരമാഗ്രഹം കൊണ്ട് നീ ഇത് കാട്ടിയിടണം. തരം വിശ്വാമിത്രൻ തന്നുടെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു. വഴി പോലെ സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ട് ഉൾക്കൊരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ചു ജനകനും. തന്നുടെ സജീവനെ വിളിച്ചു നിയോഗിച്ചാൻ. തന്നുടെ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ചാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ. അന്നേരം ജനകനും കൗശികനോട് ചെന്നാൻ. രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവലോചനൻ സുന്ദരൻ ദാശരഥി വെള്ളിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ. വല്ലഭൻ ഇവൻ മമ നന്ദനയ്ക്കുന്നു നൂനം എല്ലാം ഈശ്വരൻ എന്നേ ചൊല്ലുവാൻ. ഇതിൻ എനിക്കിപ്പോൾ വില്ലിക വരുത്തിയിടുക എന്നരുൾ ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചതു മന്ത്രേന്ദ്രനും ഹുങ്കാരത്തോട് വന്നു ചാപവാഹകന്മാരും സത്വരും 5000 കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപം എടുത്തു കൊണ്ടുവന്നാൽ. അണ്ടാസഹസ്രം മണിവസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയംബകം എന്നിതു മന്ത്രേന്ദ്രനും. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രൻ ആനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുക എന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാം ആകുന്നത് ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നു കൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവൻ അത് കേട്ട് മന്ദം മന്ദം പോയിച്ചെന്നു നിന്നു കണ്ടിതു ചാപം. ജ്വലിച്ച തേജസ്സോടും എടുത്ത് വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ചിതശ്രമം. നിന്നരുളുന്നേരം 7 ലോകങ്ങളും ഒന്നു മാറ്റൊലി കൊണ്ട് വിസ്മയപ്പെട്ടു ജനം.
പാട്ടും ആട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ട് ദേവനെ സ്തുതിക്കുകയും അപ്സര സ്ത്രീകളും എല്ലാം ഉത്സാഹം കൈക്കൊണ്ട് വിശ്വേശ്വരനുടെ വിവാഹ ഉത്സവ ആരംഭഘോഷം കണ്ട് കൗതുകം പൂണ്ടാൻ ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി പാഠമാശ്ലേഷവും ചെയ്താനല്ലോ. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞ് ഒച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ, മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും മൈഥിലി തന്നെ പരിചാരികന്മാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞ് ശോഭയോടും സ്വർണമാലയും ധരിച്ച് ആതരാൽ മന്ദം മന്ദം അർണോജനേത്രൻ മുൻപിൽ സത്രവും വിനീതയായി. ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമ്യാങ്കിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർത്തം അവിടെ പത്നിമാരായി പരമാനന്ദം പൂണ്ട് വസിച്ചാരെല്ലാവരും. കുശികാത്മജനോട് വസിഷ്ഠനോടും കൂടെ വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും. മുന്നം നാരദൻ അരുൾ ചെയ്ത് കേട്ടിരിപ്പു ഞാൻ എന്നുടേ മകളായ സീതാവൃത്താന്തമെല്ലാം. യാഗഭൂദേശം വിശുദ്ധ്യർത്ഥമായുഴുതപ്പോൾ ഏകദാ സീതാമധ്യേ കാണായി കന്യാരത്നം. ജാതയായൊരു ദിവ്യ കന്യകതനിക്കു ഞാൻ സീത എന്നൊരു നാമവും വിളിച്ചേൻ. ഇതുമൂലം പുത്രിയായി വളർത്തു ഞാൻ ഇരിക്കും കാലത്തിങ്കൽ അത്രേ നാരദൻ എഴുന്നള്ളിനാൻ ഒരു ദിനം. എന്നോട് മഹാമുനിതാൻ അരുൾ ചെയ്താൻ അപ്പോൾ. അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊൽക എന്നാൻ. മന്നവാ കുറഞ്ഞോരു ഭീതിയുണ്ടാകും ഇപ്പോൾ, പിന്നീടും അഭയമുണ്ടെന്ന് അറിഞ്ഞാലും ഏതുമേ പേടിക്കേണ്ട, നല്ലതേ വന്നുകൂടൂ. ഖേദമുണ്ടാകേണ്ട, കീർത്തിയും വർദ്ധിച്ചിടും. ഇത്തരം വിധിസുതൻ അരുളി ചെയ്ത നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും. നീലനീരത നിഭ നിർമ്മല വർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബെടവാനല സമൻ ക്രുദ്ധനായി പരശുബാണാസനങ്ങളും പൂണ്ട് പദ്ധതി മധ്യേ വന്നു നിന്നു. അപ്പോൾ ദശരഥൻ പെത്ത സാധ്വസം വീണു നമസ്കാരവും ചെയ്താൻ. ബുദ്ധിയും കെട്ടുനിന്ന് മറ്റുള്ള ജനങ്ങളും ആർത്തനായി പങ്ക്തിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തു വന്ദിച്ചു ഭക്തിയാ കീർത്തിച്ചാൻ പലതരം. കർത്തവീര്യരേ പരിത്രാഗിമാം തപോനിധി മാർത്താണ്ഡകുലം പരിത്രാഗി കാരുണ്യാംബുദേ ക്ഷത്രിയാന്തക പരിത്രാഗി ആം ജമദഗ്നിപുത്ര മാം പരിത്രാഗി രേണുകാത്മജ വിഭോ. പരശുബാണേ പരിപാലയ കുലം മമ പരമേശ്വര പ്രിയ പരിപാലയ നിത്യം. പാർത്ഥിവസമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ച് ആത്തയാ പിതൃഗണ തർപ്പണം ചെയ്ത നാഥ. കാത്തുകൊള്ളുക തപോ വാരിതേ ഭൃഗുപതേ കാൽ തളേരിണത്തവ ചരണം മമ വിഭോ. ഇത്തരം ദശരഥൻ ചൊന്നത് ആദരിയാതെ ബദ്ധരോക്ഷേണ മഞ്ഞജ്വാല പൊങ്ങിയിടും വണ്ണം. നമസ്തേ
രാമ രാമ നമസ്തേ രാമഭദ്ര സന്തതം നമോസ്തുതേ ഭഗവൻ നമോസ്തുതേ ചിന്തയേ ഭവച്ചരണാംബുജം നമോസ്തുതേ. സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം എന്നതു കേട്ടു തെളിഞ്ഞ് അന്നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്ത് ഭാർഗവനോട് ചൊന്നാൻ, സന്തോഷം പ്രാപിച്ചേൻ ഞാൻ നിൻ തിരുവടിയുള്ളിൽ എന്തോന്ന് ചിന്തിച്ചത്, എന്നാൽ അവയെല്ലാം തന്നേൻ പ്രീതി കൈക്കൊണ്ടു. ജമദഗ്നിപുത്രനും അപ്പോൾ സാദരം ദശരഥപുത്രനോട് അരുൾ ചെയ്തു, ഏതാനും അനുഗ്രഹം കൊണ്ട് എന്നെക്കുറിച്ച് എങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം. മാധവ രഘുപതേ രാമ കാരുണ്യാംബുദേ, ഈ സ്തോത്രം മയാകൃതം ജീവിച്ചിടുന്ന പുമാൻ ഭക്തനായി തത്വജ്ഞനായിടണം. വിശേഷിച്ചും മൃത്യു വന്നടുക്കുമ്പോൾ തൊൽപാദാംബുജഗതി ചിത്തേ സംഭവിപ്പതിനായി അനുഗ്രഹിക്കണം. അങ്ങനെ തന്നെ എന്നുരാഘവൻ നിയോഗത്താൽ തിങ്ങനെ ഭക്തി പൂണ്ടു രേണുകാത്തനയനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാജലം ബുക്കിയിടിനാൻ. ഭൂപതി ദശരഥൻ താൻ അതേ സന്തുഷ്ടനായി താവുമാകുന്നു തൻ പുത്രനാൻ രാമൻ തന്നെ ഗാഢമായി ആശ്ലേഷം ചെയ്ത് ആനന്ദാശ്രുക്കളോട് പ്രൗഢാത്മാവായ വിധിനാന്തനോടും കൂടി പുത്രന്മാരോട് പടയോടും ചെന്ന അയോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിയിടനാൻ. കീർത്തിയോടും ശ്രീരാമാദികൾ നിജ ഭാര്യമാരോടും കൂടി സ്വൈര്യമായി രമിച്ചു വാണിയിടിനാൻ. എല്ലാവരും വൈകുണ്ഠപുരി തന്നിൽ ശ്രീ ഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തി മായമാനുഷ വേഷം കൈക്കൊണ്ട് ആനന്ദം പൂണ്ട് വസിച്ചിടിനാൻ. അനുദിനം കേകേയ നരാധിപനാകിയ യുധാജിത്തും കൈകേയീതനേനെ കൂട്ടിക്കൊണ്ട് അങ്ങു ചെൽവാൻ ദൂതനെ അയച്ച് അത് കണ്ടൊരു ദശരഥൻ സോദരനായി മേവിയിടും ശത്രുഘ്നനോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാൻ. ആദരവോട് നടന്നിടാൻ അവർകളും മാതുലൻ തന്നെ കണ്ട് ഭരത ശത്രുഘ്നന്മാർ ബോധം ഉൾക്കൊണ്ട് വസിച്ചിടിനാൻ. അതുകാലം മൈഥിലിയോടും നിജനന്ദനോടും ചേർന്നും കൗസല്യാദി ദേവിദാനം വരം ആനന്ദം പൂണ്ടാനും രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ. സാകേതപുരി തന്നിൽ സുഖിച്ചു വാണിയിടണം പാകശാസനൻ അമരാലയെ വാഴും പോലെ നിർവികാരാത്മാവായ പരം ആനന്ദമൂർത്തി സർവലോകാനന്ദ അർത്ഥം മനുഷ്യാകൃതി പൂണ്ടു തന്നുടെ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ച് വാണാൻ അയോധ്യാപുരി തന്നിൽ അന്നേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. സംഭുജരായ സജ്ജനങ്ങളെ, വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ ശ്രീരാമചന്ദ്രന്മാരെ പറഞ്ഞയച്ചു, താടകയെ വധിച്ചു. അതിനുശേഷം പറയാണ്,
ഇവിടെ ഗൗതമ മഹർഷിയുടെ ആശ്രമമുണ്ട്. അഹല്യ പഞ്ചരത്നക്കളിൽ ഒരാളാണല്ലോ അഹല്യ. അഹല്യ ദ്രൗപദി സീത താരാമണ്ഡോദരി തഥ, ഇവരെ പഞ്ചരത്നങ്ങൾ എന്നാണ് പറയാം. അപ്പോൾ ഗൗതമ മഹർഷിയുടെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അഹല്യ വരുന്നുണ്ട്. അപ്പോൾ അഹല്യയെ പറ്റി പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിലെ ജനങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ഗൗതമ മഹർഷി രാവിലെ നദിയിലേക്ക് പോയി കുളിക്കാൻ പോയാൽ നമ്മുടെ അഹല്യ എന്ത് ചെയ്യറിയോ, പച്ച മണ്ണെടുത്ത് നദിയിലെ വെള്ളം എടുത്ത് കലമുണ്ടാക്കിയിട്ട് പൂജയ്ക്ക് ആവശ്യമായ വെള്ളം കൊണ്ടുവരും. പച്ച മണ്ണ് കുഴച്ചിട്ട്. പാതിവൃത്യത്തിൻ്റെ മൂർത്തിഭാവമായിരുന്നു ആര്? അഹല്യ. അങ്ങനെയുള്ള അഹല്യ ഒരു ദിവസം കുളിച്ചു വരുന്നത് കണ്ടപ്പോൾ ദേവേന്ദ്രനൊരു തോന്നൽ, ഒന്ന് കിട്ടിയാൽ കൊള്ളാന്നേ. അവിടെ കാമം, ഈ കാമാണല്ലോ. പക്ഷെ കാമത്തിനൊക്കെ ഭഗവാൻ സ്വീകരിക്കൂട്ടോ. അതിനൊരു ഉദാഹരണമുണ്ട്. ഒരു ഉപകഥ പറയാൻ ചിട്ട. ശ്രീരംഗത്ത് നമ്മൾ പോവാം. ശ്രീരംഗത്ത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആൾവാരുണ്ടായിരുന്നു. അദ്ദേഹം രാജാവാ. അദ്ദേഹം എന്ത് ചെയ്തു അറിയോ, അമ്പലത്തിൽ പോകുമ്പോൾ ഒരു വിഷ്ണുഭക്തയായ ഒരു പെൺകുട്ടിയെ കാണുക. കണ്ട വഴിക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ കുട്ടിയെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നൊരു തോന്നൽ. ഈ കുട്ടിയാണെങ്കിൽ എന്നും അമ്പലത്തിൽ പോയിട്ട് ചിട്ടയോടുകൂടി ജീവിക്കുക. അപ്പോൾ ആൾവാർ രാജാവാ, ചോക്കാണ്ടിനെ കൊണ്ടുവരാട്ടോ. പക്ഷേ ചെന്ന് ചോദിച്ചു, കുട്ടി ഞാൻ കുട്ടിയെ കല്യാണം കഴിച്ചാലോ? അപ്പോൾ ഈ കുട്ടി പറഞ്ഞെന്താ അറിയോ, 1000 വിഷ്ണു ഭക്തന്മാരെ പാദസേവ ചെയ്ത് അന്നമൂട്ടിയാൽ ഞാൻ അങ്ങയെ കല്യാണം കഴിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഈ ആൾവാരുടെ മനസ്സിൽ എന്തായിരുന്നു? കാമം, കുട്ടിയെ കല്യാണം കഴിക്കണമെന്ന്. പിന്നെ ഈ കുട്ടി പറഞ്ഞോടുകൂടി കുട്ടിയെ കല്യാണം കഴിക്കണമെങ്കിൽ വിഷ്ണു ഭക്തന്മാരെ തെരഞ്ഞു പിടിച്ച് പാദസേവ ചെയ്യണം പറഞ്ഞപ്പോൾ പിറ്റേ ദിവസങ്ങളിൽ ഇറങ്ങി. ദിവസം വെളിച്ചായി ഇറങ്ങി വിഷ്ണു ഭക്തന്മാരെ കണ്ടുപിടിക്കുക, വീട്ടിൽ കൊണ്ടുവരിക, പാദസേവ ചെയ്യുക. ഇങ്ങനൊരു 10-600 അങ്ങോട്ട് ആയപ്പോൾ ഇത് ഈ കുട്ടി കാണുന്നുണ്ടേ. കുട്ടിയുടെ മനസ്സിലെന്തായി? ഇദ്ദേഹത്തോട് വളരെ ഇഷ്ടം തോന്നി. അപ്പോൾ ഒരു ദിവസം ചോദിച്ചു, അതേ ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണ്. കുട്ടി എനിക്കൊന്നും ഇതിന് നേരമില്ല, എനിക്ക് രംഗസ്വാമിക്ക് അമ്പലം പണിയണം, കൊട്ടാരം പണിയണം. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അതുവരെ കുട്ടിയെ കല്യാണം കഴിക്കണം എന്നുള്ള ആ ചിന്തയിൽ നിന്ന് മാറിയിട്ട് എന്തായി? രംഗനാഥസ്വാമിയെ സേവിക്കണം എന്ന ഈശ്വര സാക്ഷാത്കാരം എന്നുള്ള ആ ബീജം മനസ്സിലെത്തിക്കഴിഞ്ഞാൽ എല്ലാ ചിന്തയും മാറും. അന്നും അവിടെ പോയി ശ്രീരംഗത്തൊക്കെ പോയി ആ കൊട്ടാരങ്ങൾ കാണാം. അപ്പം ആ കുട്ടരുടെ മനസ്സിൽ കാമം കുട്ടിക്ക് വന്നപ്പോഴോ രാജാവിന് മാറി. അപ്പോൾ കാമത്തെ ഭഗവാൻ സ്വീകരിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ഈ കഥയിലേക്ക് വരുമ്പോൾ അഹല്യയെ കണ്ടപ്പോൾ ദേവേന്ദ്രനൊരു തോന്നൽ, കണ്ടലാണ്. അപ്പം എന്ത് ചെയ്തിച്ചു, ഒരു ദിവസം രാവിലെ ഈ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പൂവൻകോഴി കൂകിയിട്ടാണല്ലോ എല്ലാവരും നീക്കുക. ഇന്നിപ്പോൾ അത് പറ്റില്ലല്ലോ. വേഗം നേരത്തെ എന്ത് ചെയ്തു അറിയോ, പൂവൻകോഴിയുടെ അതിലേക്ക് കൂകി. ഇത് കേട്ട ഗൗതമൻ കുളിക്കാൻ പോയി. ഗൗതമൻ കുളിക്കാൻ പോയപ്പോൾ ഗൗതമൻ്റെ രൂപത്തിൽ ഇന്ദ്രൻ ചെന്നിട്ട് പ്രാപിക്കുകയാണ് ആരേനെ? അഹല്യേനെ. ഇതൊന്നും ആരും അറിഞ്ഞില്ല. അഹല്യക്ക് അഹല്യ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ? അഹല്യക്ക് അറിയില്ല. ഗൗതമൻ്റെ രൂപത്തിലാണ് ദേവേന്ദ്രൻ വന്നേ. അങ്ങനെ അഹല്യ നദിയിലേക്ക് പോയി പച്ചമണ്ണെടുത്ത് കുഴച്ചപ്പോൾ കലുണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്താ? അവിടെ പാതിവൃത്യത്തിനൊരു ഭംഗം സംഭവിച്ചു. ഇതറിഞ്ഞ ഗൗതമൻ ശപിക്കുകയാണ്, നീ ഒരു കല്ലായിട്ട് പോട്ടെ എന്ന് ശപിക്കുകയാണ്. അങ്ങനെയാണ് ആ അഹല്യ കല്ലായിട്ട് മാറിയത്. അഹല്യ എന്ത് ചെയ്തു? കല്ലായിരിക്കുന്ന സമയത്ത് ഈശ്വര സാക്ഷാത്കാരമാണ് ലക്ഷ്യം, ഭഗവാനാണ് ലക്ഷ്യം, ദൈവിക ശക്തിയാണ് വേണ്ടത് എന്നുള്ള ചിന്തയോടുകൂടി ജീവിച്ചതുകൊണ്ട് അപ്പോഴാണ് ആ ശ്രീരാമൻ്റെ പാദം എന്ന് ശിരസിലേൽക്കുന്നുവോ അന്ന് നിനക്ക് മോക്ഷം കിട്ടുന്നതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ശരിക്ക് വേണ്ടത് എന്താണ്? ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രൻ്റെ പാദം സ്പർശിച്ചോടുകൂടിയാണല്ലോ അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തത്. വെറും കല്ലായിരുന്ന അഹല്യയ്ക്ക് ശ്രീരാമചന്ദ്ര പ്രഭു മോക്ഷം കൊടുത്തു. ശരിക്ക് ഒരു യുഗത്തെ തന്നെ ഭഗവാൻ മാറ്റിമറിച്ചു എന്നാണ് പറഞ്ഞത്. ഭക്തി കൊണ്ട് പ്രഥമ ദ്വിതീയ തൃതീയ, അതായത് കൃതയുഗം,
രണ്ടാമത്തെ ദ്വാപരയുഗം, മൂന്നാമത്തെ ത്രേതായുഗം. മൂന്നാമത്തെ ത്രേതായുഗം വരേണ്ടത്, പക്ഷേ ത്രേതായുഗം ദ്വാപരയുഗത്തിന് മുമ്പ് വന്നു. കാരണം എന്താ? അഹല്യയുടെ അമിതമായ ആ ഭക്തി കാരണം, അഹല്യയുടെ അമിതമായ ഭക്തി കാരണം ഒരു യുഗത്തെ തന്നെ ഭഗവാൻ മാറ്റിമറിച്ചു എന്നാണ് പറയുന്നത്. ഒരു യുഗത്തെ തന്നെ മാറ്റിമറിക്കേണ്ടത്. അപ്പോൾ ഭക്തി ഈശ്വര സാക്ഷാത്കാരമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ എല്ലാം ക്ലിയറായി എന്നാണ് പറയുന്നത്. ഭഗവാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞത്, ഇപ്പുറത്തെ ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ ഒരു വിവാഹം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നേരെ വിശ്വാമിത്രൻ രണ്ടാളെയും കൂട്ടി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ എന്താ വെച്ചാൽ ജനക മഹാരാജാവിന് നിലമുഴുന്ന സമയത്ത് കിട്ടിയതാണ് ആര്? സീത. അതാണ് സീത എന്നുള്ള പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ജനക മഹാരാജാവ് സീതയുടെ കല്യാണം കഴിക്കാൻ വിവാഹം നടത്തി കൊടുക്കുമ്പോൾ ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. എന്താ ഡിമാൻഡ്? 5000 ആൾക്കാർ തൂക്കിക്കൊണ്ടുവരുന്ന ഒരു വില്ല് ആരാണോ കുലയ്ക്കുന്നത് അവർക്ക് സീതാദേവിയെ കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ മനസ്സിലൊരു സംശയം ഉണ്ടാവും, എന്തിനാ ഇങ്ങനൊരു ഡിമാൻഡ് വെച്ചത്? അതിനും കാരണമുണ്ട് എന്നാണ്. സീതയാണ് ആ വീട്, പൂജാമുറി ഇതൊക്കെ വൃത്തിയാക്കുക. അപ്പം 5000 ആൾക്കാർ തൂക്കാൻ പറ്റിയ വില്ലാണത് കേട്ടോ. അതായത് ശൈവചാപാതെ, ആ ശൈവചാപം 5000 ആൾക്കാർ ബുദ്ധിമുട്ടിയിട്ട് വേണം നനക്കാൻ. അങ്ങനെയുള്ള ചാപം ഒരു ദിവസം ജനക മഹാരാജാവ് നോക്കുമ്പോൾ പൂജാമുറി അടിച്ച് വൃത്തിയാക്കുമ്പോൾ ആ ശൈവചാപത്തിൻ്റെ മുകളിൽ മാറോലൊക്കെ കാണാണ്. ഉടനടി എന്ത് ചെയ്തു വരോ, ഇടത്തെ കൈകൊണ്ട് കൂടി പൊക്കി സീത, എന്നിട്ട് വില്ലങ്ങോട്ട് മാറ്റിയേക്കുക. ഇതങ്ങോട്ട് കണ്ടപ്പോൾ ജനകൻ ഞെട്ടിപ്പോയി. 5000 ആൾക്കാർ തൂക്കുന്ന ഈ വില്ല് തൻ്റെ ഇടത്തെ കൈ കൊണ്ട് സീതാദേവി തൂക്കിയിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ വില്ല് കൊലയ്ക്കാൻ പറ്റിയ ആളായിരിക്കണം ആരുടെ ഭർത്താവ്? സീതാദേവിയുടെ ഭർത്താവ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഡിമാൻഡ് വെച്ചത്. ആരാണോ ഈ ശൈവചാപം എടുത്ത് ഉപയോഗിക്കുന്നത് അവർക്ക് തൻ്റെ മകളെ കൊടുക്കുന്നതാണ് പറഞ്ഞത്. അങ്ങനെയാണ് ശ്രീരാമനും അതുപോലെ തന്നെ ചെന്നു. ശ്രീരാമൻ വില്ല് കൊലച്ചു. അങ്ങനെ ആ സീതയെ തനിക്ക് ലഭിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു വെച്ചാൽ വിവാഹം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ കഴിവ് നോക്കിയിട്ടാണ്, രാജാക്കന്മാരുടെ കഴിവാണ്. ഏത് പുരാണം എടുത്താലും ശരി, ഇന്നും കഴിവാണ്. ആ കഴിവ് വേറൊരു തരത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഗൾഫിലാണോ, സമ്പത്തുണ്ടോ? അതാണ്. അന്ന് ആന്തരിക സമ്പത്താണെങ്കിൽ, ദൈവിക സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ട് വിവാഹം നടന്നെങ്കിൽ ഇന്ന് ഭൗതികതയുടെ അടിസ്ഥാനത്തിലാണ്, ഭൗതികമായ സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവാഹം നടത്തുന്നത്. അതുകൊണ്ടാണ് മിക്കവാറും ഒരു 80% വിവാഹങ്ങളും ഇന്ന് ഡൈവേഴ്സിൽ അവസാനിക്കുകയാണ്. എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ആ സീതാസ്വയംവരം കഴിഞ്ഞു. എല്ലാവരും വളരെ സന്തോഷത്തിലിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.